ദയവായിട്ട് വന്നിട്ടുള്ളവരോട് ഇരിക്കണം. എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അവിടെ ഇരിക്കുക. ബഹുമാന്യരെ എല്ലാവരും ശാന്തരായിരിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരിൽ നിന്നും നിവേദനം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റെല്ലാവരും ഇവിടെ ശാന്തരായിരിക്കണം. അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള സമയമാണ്. എല്ലാ നിവേദനങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഈ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും മാറണം. എല്ലാവരും മാറി നിൽക്കണം. മുന്നിൽ നിൽക്കുന്ന എല്ലാവരും മാറി നിൽക്കണം. അദ്ദേഹം പറയുന്നത് കേൾക്കാനും അദ്ദേഹത്തെ കാണാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കണം. എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനൊരു നിവേദനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ മുൻഗണന കൊടുക്കണമെന്നാണ് ഒന്നാമത്തെ അദ്ദേഹത്തോടുള്ള എൻ്റെ അപേക്ഷ. അതുപോലെ സംഭരണശേഷി കുറച്ച് നമ്മുടെ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മണലും നീക്കം ചെയ്യണം. നമ്മുടെ പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും നീക്കം ചെയ്ത് 50% താഴെ മാത്രം സംഭരണശേഷിയുള്ള ഡാമിനെയും നദിയെയും മോചിപ്പിച്ച് റാന്നിയെ വെള്ളപ്പൊക്കത്തിൽ രക്ഷിക്കണമെന്നാണ് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം. 2018 പ്രളയത്തിലും 26 പ്രളയത്തിലും സർവവും നഷ്ടപ്പെട്ട റാന്നിയിലെ വ്യാപാരികൾക്ക് ഒരു ജീവിതം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. മഴ പെയ്താൽ വെള്ളക്കെട്ടാകുന്ന പകർച്ചവ്യാധി ബാധിക്കുന്ന റാന്നിയിലെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണത്തിന് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് ആ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയ സ്ഥലത്തിൻ്റെ പണം സർക്കാർ കൊടുത്തിട്ടില്ല. ധനകാര്യ വകുപ്പ് കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് അങ്ങ് വേഗത്തിലാക്കണം. സമ്മതിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വേഗത്തിലാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ പ്ലാസ്റ്റിക് ചാക്കിന് കീഴിൽ കഴിയുന്ന ഈ ശബരിമലയ്ക്ക് തൊട്ടു താഴെയുള്ള ആദിവാസി കോളനികളിൽ അവർക്ക് വീട് വെക്കാൻ പണം കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം കൊടുക്കണം. പട്ടികവാദി കോളനികൾ നൊമാഡിക്കായിട്ടുള്ള ആദിവാസികളാണ്. എല്ലാ വെള്ളപ്പൊക്കത്തിലും പുറം ലോകവുമായി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വെച്ചൂച്ചിറ പഞ്ചായത്തിലെ കുരുമ്പൻമൂഴിയിലെയും അരയാഞ്ഞിലി മണ്ണിലെയും ജനങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2 പാലങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ പാലങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല. അവസാന സമയത്താണ് അദ്ദേഹം വാഗ്ദാനം കൊടുത്തത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെയും നമ്മുടെ നാടിനെയും ഏറെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ സമീപനം നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ PC വിശ്വനാഥ്, നമ്മുടെ MLA മാരായ ശ്രീ പഴവളം മധു, ശ്രീ ശാന്തകുമാർ, ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം 2018 വീണ്ടും ഇപ്പോൾ 2026 പ്രളയ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങളുടെ സങ്കടങ്ങളുടെ ആഴം, ദുരിതങ്ങളുടെ ആഴം ഈ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഏത് സമയത്തും മഴ പെയ്യാവുന്നൊരു സാഹചര്യം നിലയ്ക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമുക്ക് പുനരധിവാസത്തിന് തയ്യാറെടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അതിതീവ്ര മഴ പെയ്യുകയാണ് പല സ്ഥലത്തും. പ്രത്യേകിച്ച് വനാതിർത്തിക്കുള്ളിൽ ഇത്തരം മഴ പെയ്യുമ്പോൾ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ലാൻഡ് സ്ലിപ്പ് ഉണ്ടായി, വലിയ തോതിൽ വെള്ളം പൊട്ടി ഒലിച്ചു വരികയാണ്. നമ്മൾ
തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പോ നമുക്കൊരു വാണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പോ ഇത് സംഭവിക്കുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളും ഇത്തരം ദുരിതബാധിത പ്രദേശങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മളെ ക്യാമ്പുകൾ, ഇപ്പോൾ ഇവിടെ 10 ക്യാമ്പുകളാണ് നടത്തുന്നത്. കുറേ ക്യാമ്പുകൾ ഒഴിഞ്ഞു. നമ്മൾ ക്യാമ്പുകൾ ഒഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും. അതുപോലെ എന്താവശ്യം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ ഒരു തടസ്സവുമില്ല എന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തിനും പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തകർന്നു പോയ വീടുകളുണ്ട്. ആ വീടുകൾ തകർന്നു പോയിരുന്നെങ്കിൽ പൂർണ്ണമായി 15%, 50% ഇങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ തകർന്ന വീടിന് ഇതുവരെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഈ പ്രാവശ്യം 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തകർന്നു പോയ വീടിന്. ബാക്കിയുള്ള ഡാമേജിനെല്ലാം, ഭാഗികമായി ഡാമേജ് പറ്റിയതിനെല്ലാം ഉള്ള സഹായം കൊടുക്കും. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ ഇപ്പം നെൽകൃഷി 1 ഹെക്ടർ സ്ഥലം 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവർ കാരണം അന്നത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ എബി ഇവിടെ വന്നു പോയതിൽ 7 കടകളാണ് 2018 കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പോൾ കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. അവർക്ക് വായ്പ നൽകുന്ന കാര്യവും മറ്റ് സഹായം ചെയ്യുന്ന കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കും. തകർന്നു പോയ വീടുകൾ, ഇപ്പോൾ സ്കൂളിൻ്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു എന്നൊരു പരാതി ഇപ്പോൾ വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി MLA എല്ലാ കാര്യത്തിലും ഉണ്ട്. അന്ന് മുതൽ, ആ സമയം മുതൽ ഞങ്ങൾ MLAയും മന്ത്രിയെയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്താൻ, NDRFനെ ഏർപ്പെടുത്താൻ, എല്ലാ കാര്യങ്ങളും, ഇവിടെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഒരു ദുരിതം വരുമ്പോൾ ദുരിതം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ നദികളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിലെ മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അടിയന്തിരമായ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ ഡാമിൽ മഴ ജൂണും ജൂലൈയിലും മഴ പെയ്യാത്തത് കൊണ്ട് രക്ഷപ്പെട്ടാണ്. ജൂണിലും ജൂലൈയിലും മഴ പെയ്തിരുന്നെങ്കിൽ ഡാമും നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡാമിലും അവിടെയും ചെളിയുണ്ട്, അതും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, സേഫാക്കും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളിയും മണ്ണുമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ഉൾക്കൊണ്ടുപോകും. ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും പത്തനംതിട്ടയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ പൂർണ്ണമായി. പിന്നെ നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗിയായി. കാരണം ഏത് സമയത്തും പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നാളുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധാനമാക്കി അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ എല്ലാം പങ്കുചേരുന്നു. കൂടെ സർക്കാരുണ്ടാവും. ക്യാമ്പുകളെല്ലാം
MLA-മാരും മന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തി, നല്ല രീതിയിൽ അത് നടത്തി. അത് ഞാൻ അവരെ അഭിനന്ദിക്കുകയോട് ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും, നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന അത് ഇപ്പോൾ MLA കുറേ നിർദ്ദേശങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. MLA ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വേറെ റാന്നിയുടെ കുറേ ആവശ്യങ്ങളും കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചെയ്യും, പേടിക്കണ്ട. നിങ്ങളിവിടെ നൽകിയ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിവിടെ എല്ലാവരും വന്ന് അത് നിങ്ങളുടെ ദുരിതത്തിൻ്റെ ആഴം എന്താണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പലരും വന്നത് പറഞ്ഞത് ഒരു പ്രാവശ്യം വെള്ളം കയറി ക്ലീൻ ചെയ്തപ്പോഴേക്ക് രണ്ടാമതും വെള്ളം കയറി, അല്ലേ? അങ്ങനെ അനുഭവം ഉണ്ടായ പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്നു. പരിഹാരമുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 2 ഏജൻസികൾ സഹായം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ഇവിടെ വെച്ച് ഏറ്റുവാങ്ങുന്നു. ശ്രീ ബ്രൈറ്റ് കുര്യൻ, IPC സഭയുടേതാണ്. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കിറ്റുകൾ വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഫ്രണ്ടിൽ നിന്ന് മാറണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്